ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു സുദിനം ആശംസിക്കുന്നു. സങ്കീർത്തനം 128 ഒന്നിലേക്കൊന്ന് കടന്നു ചെല്ലാം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ പറയുന്നു, ദൈവഭക്തിയും ദൈവഭയവുമായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിന്റെ മൂലധനം. നസ്രസിലെ തിരുക്കുടുംബത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? യേശുവും വചനവും പ്രാർത്ഥനയും. യേശു മൂലക്കല്ലാകാത്ത കുടുംബം നശിച്ചു പോകുമെന്ന് മനസ്സിലാക്കുക. വചനമില്ലാത്ത കുടുംബം തകർന്നു തരിപ്പണമാകും. പ്രാർത്ഥനയില്ലാത്ത കുടുംബം നിലനിൽക്കില്ല. അനുദിന പ്രാർത്ഥന ഒഴിവാക്കുന്ന ഒരു ദിനം പോലും നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. അതുപോലെ തന്നെ നസ്രസിലെ കുടുംബമാകാൻ നമുക്കും സാധിക്കില്ലേ? ശ്രദ്ധിച്ചാൽ മതി. എന്നും വചനം വായിക്കണം കേട്ടോ. ഒപ്പം യേശുവിനെ കുടുംബത്തിന്റെ നാഥനായി നാം അംഗീകരിച്ചേ പറ്റൂ. ദൈവമിതാ നമ്മോടൊത്ത് സഞ്ചരിക്കുവാൻ സ്നേഹത്തോടെ കരം പിടിക്കുന്നുണ്ട്. ആ കൃപ എല്ലാവരിലേക്കും ഇപ്പോൾ ഒഴുകിയെത്തട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ, ആ വ്യക്തി ബന്ധത്താൽ നാം അനുഗ്രഹീതരാകട്ടെ. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ആമേൻ.